ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്ഥാനയുടെ ഉള്ളിലേക്ക് നോക്കൂ നിങ്ങൾ. അതിൽ നോക്കിയാൽ SNDPയുടെ സെക്രട്ടറി സംസാരിക്കുന്നത് SNDPയുടെ സെക്രട്ടറിയെ പോലെയല്ല. അങ്ങനെയല്ല, ഞങ്ങൾ ഹിന്ദു എന്നാണ് പറയുന്നത്. എന്താ ഞങ്ങൾ ഹിന്ദു ആയതാവോ? ഞങ്ങൾ ഹിന്ദു ആയത് സാമൂഹ്യ നവോത്ഥാന സമരങ്ങൾ ഇവിടെ നടന്നതിൻ്റെ ശേഷം. അതിൻ്റെ മുമ്പ് ഈ പിന്നോക്ക സമുദായത്തിന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ 1.5 കിലോമീറ്റർ ദൂരത്താണ് കൊണ്ടുപോയി നിർത്തിയിരുന്നത്. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രം മറന്നു പോരുത്. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും നവോത്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ടുള്ളതാണ്. എല്ലാവരെയും ആവേശം കൊള്ളിച്ച പ്രസ്ഥാനം. ഇന്നാണ് ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നത്. ആ പ്രസ്ഥാനത്തെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ഒപ്പം ആക്കുക എന്നുള്ള പരിശ്രമം നടത്തിയാൽ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കും. അത് സ്വാഭാവികം. അത് അത്തരം വിമർശനങ്ങൾ അതിൽ അസഹിഷ്ണുത വന്നിട്ട് കാര്യമില്ല. അപ്പോൾ സംഘപരിവാറിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിനെ വിമർശിക്കും. മുസ്ലിം വർഗീയ തീവ്രവാദത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതിന് വിമർശിക്കും. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റരാകുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന താല്പര്യമുള്ളപ്പോൾ ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചുമതലയാണ്. അതിലൊന്നും മറ്റൊരു തരത്തിൽ അതിനെ കാണേണ്ട കാര്യമില്ല. വ്യാഖ്യാനങ്ങളാണ് ഇവർ നടത്തുന്നത്. അതിലിപ്പോൾ അവർക്ക് ഏതൊരാൾക്കും അവനവൻ്റെ സൗകര്യാധിഷ്ഠിത വ്യാഖ്യാനം നടത്തുന്നതിന് ഞങ്ങൾക്കാർക്കും വിരോധമില്ല. അത് നമ്മുടെ ജനാധിപത്യ സമൂഹമാണ്, ബഹുസ്വരതയുള്ള സമൂഹമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റായി പറഞ്ഞാൽ, ഞങ്ങളെ പാർട്ടി നയത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അത് വിശദീകരിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് അത് ഞങ്ങളുടെ നിലപാടാണ്, പാർട്ടിയുടെ നിലപാടാണ്. അത് സ്വാഭാവികമായിട്ട് പറയില്ലേ. അതിലെന്താ സംശയം? മാധ്യമങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയൊന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സഹായം സഖാവ് പിണറായിക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെക്കുറിച്ച് വലിയ തോതിൽ കളവുകൾ പ്രചരിപ്പിക്കുക, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും മോശക്കാരനെ ചിത്രീകരിക്കുക, അതിന് ബോധപൂർവമായ പരിശ്രമം നടത്തുന്ന ധാരാളം മാധ്യമ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അതിലിപ്പോൾ അവരവരുടെ തൊഴിൽ ചെയ്യുന്നതേ ഉള്ളൂ. അത് സത്യമല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിണറായിയെ വലിയ തോതിൽ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ കഴിഞ്ഞ ഒരു 10, 15, 20 കൊല്ലമായിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പിണറായിയെ 2 തവണ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. അല്ല, ഇത് കേന്ദ്രത്തിലേക്കല്ലേ തെരഞ്ഞെടുപ്പെടുന്നത് ഡൽഹിയിലേക്കല്ലേ. നമുക്കൊരവസരം കിട്ടും. സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് 2 കൊല്ലം കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അഭിപ്രായം പറയുന്നവരെല്ലാം അഭിപ്രായം പറയില്ല. ഇതിലിപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? അത് അവരുടെ താല്പര്യത്തിനും ചാരുതയ്ക്കും അനുസരിച്ചാണ് പറയട്ടെ. അതെ, ഞങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ ഈ പത്രക്കാരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഭയങ്കര അറിവുള്ള ആൾക്കാരെങ്കിലും. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് CPIM കുറിച്ചുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ അറിവ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു തരം നല്ല അറിവാണ്. അപ്പോൾ ഞങ്ങളെ ചർച്ചാ രീതിയെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. പാർട്ടിയിൽ എന്തൊക്കെ ചർച്ച ചെയ്യാം, സൂര്യന് താഴെ എല്ലാ കാര്യവും CPMൻ്റെ കമ്മിറ്റി ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? ഞങ്ങളെ എല്ലാം പാർട്ടി പരിശോധിക്കും. ഞങ്ങളുടെ എല്ലാം വാക്കിലും നോക്കലും പ്രവർത്തനത്തിലും കുറവുണ്ടെങ്കിൽ അതും ഞങ്ങൾ പരിശോധിക്കും. അതിനൊക്കെയുള്ളൊരു സാധ്യത ഉള്ള, അല്ലെങ്കിൽ നേതാവിൻ്റെ പിന്നിലല്ലല്ലോ പാർട്ടിക്കുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയല്ലേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ചർച്ച ചെയ്യും. അത് സ്വാഭാവികം. അത് പാർട്ടിയുടെ രീതിയാണ്. അതങ്ങനെയാണ് പാർട്ടി. അതിലിപ്പോൾ ഞങ്ങളാരും വിഷമിച്ചൊന്നും നിൽക്കില്ല. ഇപ്പോൾ എന്നെ ഒരു പാർട്ടി കമ്മിറ്റിയിലാണ്ട് വിമർശിച്ചു. എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ വേറെ എവിടെ വിമർശിക്കാൻ പറ്റുമോ? മനസ്സിലായോ? പാർട്ടി കമ്മിറ്റിയിൽ എന്നെ വിമർശിക്കുന്ന സഖാവ് പുറത്തു വെച്ച് നിങ്ങൾ എന്നെ വിമർശിച്ചാൽ ഞാൻ നിങ്ങളോട് പെരുമാറുന്നത് പോലെയല്ല ചിലപ്പോൾ പെരുമാറുക. അതും അതേ ആളായിരിക്കും. ഞാൻ കേട്ടില്ല. അല്ല, അതൊക്കെ അത് വേറെ കാര്യം. നിലപാടിനെ ഒരാളൊരു നിലപാട് പറഞ്ഞാൽ അതിലെ ശരി തെറ്റുകളെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. ആ നിലപാടിനോടുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചൊരു കാര്യമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്.
അങ്ങനെയല്ല, ഇത് ലീഗിൻ്റെ പ്രശ്നമല്ല. ന്യൂനപക്ഷ സമൂഹം ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ കടുത്ത കടന്നാക്രമണത്തിൽ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഒരു ദശാബ്ദകാലത്ത് അനുഭവമുണ്ട്. നരേന്ദ്രമോദിയുടെ ഓരോ ശ്രമമുണ്ട്, ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. അതേ ഗവൺമെൻറ്റിലെ അതേ മന്ത്രിമാരാണ് ഇപ്പോഴും മന്ത്രിമാരായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ബി ജെ പിക്ക് കുറഞ്ഞ വോട്ട് എന്ന് പറഞ്ഞാൽ 0.8% മാത്രമാണ്. ഇപ്പോൾ ബി ജെ പി അതിൻ്റെ ശക്തിയിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ബി ജെ പി അവിടെ നിൽക്കുന്നുണ്ട്. പുതിയ ചില മേഖലകളിലേക്ക് ബി ജെ പി വ്യാപിക്കേണ്ടായി, അതിൻ്റെ ആപത്ത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് കിഴക്കേ ഇന്ത്യയിലേക്കൊക്കെ ബി ജെ പി വ്യാപിച്ചതായിട്ടും കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ആപത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുക ബി ജെ പി. അപ്പോൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒരുപോലെ എന്ന് നമുക്ക് വർഗീയതനെ പോലെ ഒരുപോലെയാണ് ഈ രണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നത് സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവർക്ക് നേരെയാണ് അക്രമം വരുന്നത്. അതൊരു ഇടതുപക്ഷ നിലപാടാണ്, അതൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയം. അല്ല, പരിഹാരം ഉണ്ടാവുമല്ലോ, വരുന്നത് ആവശ്യം. കഴിഞ്ഞ തവണത്തെ SLC പരീക്ഷാഫലം വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു വാർത്ത. ഞാൻ നോക്കി, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാക്കിയ വാർത്തയുടെ ഒരു സ്വഭാവം നോക്കിയപ്പോൾ കഴിഞ്ഞല്ലോ അതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞാൻ നോക്കി, ഇതേ വാർത്തയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യൂ, കഴിഞ്ഞ കൊല്ലം കൊടുത്ത വാർത്ത ഒന്ന് നിങ്ങൾ പോയി നോക്കൂ. നിങ്ങൾ ഇതന്നെയല്ലേ പറഞ്ഞു നോക്കൂ. അതിൻ്റെ മുമ്പത്തെ കൊല്ലത്ത് നോക്കൂ. അപ്പോൾ എല്ലാ വർഷവും ഈ വിഷയം വരാറുണ്ട്. നമുക്ക് മലപ്പുറം ജില്ലയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാനും കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നല്ല മുൻകൈയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇപ്പോൾ വിരോധപരമായി കാണേണ്ട കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ജില്ലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള സൗകര്യങ്ങളാണ്, അതൊക്കെ പരിഹരിക്കപ്പെടും. ഗവൺമെൻറ് അതിന് നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥി നേതാവായിരുന്ന ആളാണ്. മനസ്സിലായില്ലേ? വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ നല്ല മുൻകൈ എടുക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ വിളിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്ത് പരിഹരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല.